ഞാനിപ്പോൾ വന്നിരിക്കുന്ന 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഈ ചേട്ടൻ്റെ ഒരു ഇതാണ് ഫോട്ടോസ് കാണുന്നത്. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ സംസാരിക്കാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. 2 ദിവസം കൊണ്ട് ഞാൻ തുറക്കുമ്പോഴെല്ലാം ഈ ചേട്ടൻ്റെ ഇത് തന്നെയാണ്. ഓരോരുത്തർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, ഈ ചേട്ടൻ്റെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ ഈ ചേട്ടനെ കുറിച്ചൊരു 2 വാക്ക് പറയണം. പിന്നെ ഈ ആത്മഹത്യയെ കുറിച്ച് ഇനി വരുന്ന ആൾക്കാർക്ക് ഒരു 2 വാക്ക് എന്നെക്കൊണ്ട് പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മീഡിയാസിൽ വന്നിരിക്കുന്നത് പറയാനായിട്ട്. അപ്പം കാണിച്ചത് ഭയങ്കര ഒരു പാവം തന്നെയാണ് ആ ചേട്ടനെല്ലാം കാണിച്ചിരിക്കുന്നത്, വിധി ചെയ്തിരിക്കുന്നത് നിയമം. അതായത് ഞാനിപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് 8 വർഷം കൊണ്ട് ആ ചേട്ടനെ ആ കുഞ്ഞിനെ വളർത്തുമായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ വൈഫ് ഗൾഫിലെങ്ങാണ്ട് ജോലിക്ക് പോയി. അവിടെ വെച്ച് ഒരാളുമായിട്ട് ഇഷ്ടമായി എന്നാണ് പറയുന്നത് ഇതിൽ കേട്ടപ്പോഴത്തേക്ക്. പക്ഷേ ഈ ചേട്ടനെ വിട്ടിട്ട് ആ ചേട്ടനെ കണ്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല സ്മാർട്ടാണ് ആ ചേട്ടൻ. കാണാൻ തന്നെ സ്മാർട്ടാണ്. നല്ലൊരു ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. നല്ലൊരു നിഷ്കളങ്കനാണ്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരു നിഷ്കളങ്കത. കേട്ടോ, കണ്ടോ എന്തൊരു ഇതാണെന്ന് നോക്കിയേ, ആ നിഷ്കളങ്കമായ നോട്ടം നോക്കിയേ. എങ്ങനെ തോന്നി ഈ ചേട്ടനെ കളഞ്ഞിട്ട് നിനക്ക് വേറൊരുത്തൻ്റെ കൂടെ പോകാനായിട്ട് തോന്നി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് പെണ്ണാണ് നീ കാണിച്ചത്? എങ്ങനെ തോന്നി ഈ ചേട്ടനെ നിനക്ക് ഉപേക്ഷിച്ച് നിനക്ക് പോകാനായിട്ട്? എന്ത് കുറവാണ് അയാളിൽ തോന്നിയത്? അയാളിനേക്കാളും കൂടുതൽ വല്ലതും ഉണ്ടോ ഇപ്പോൾ ഇരിക്കുന്നവൻ്റെ കൂടെ നിനക്ക് വല്ലതും, ഈ പോയവൻ്റെ കൂടെ? ഇയാളിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അവൻ്റെ അടുത്ത്? അല്ല, ഞാൻ അറിയാൻ മേലെന്നിട്ട് ചോദിക്കുക. ഇപ്പം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ലോകത്തിൽ. കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നേ. കുറേ പേരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്, കുറേ പെണ്ണുങ്ങളുടെ ജീവൻ കളയാനും, കുറേ ആണുങ്ങളുടെ നല്ല മനുഷ്യരുടെ ജീവൻ കളയാനായിട്ട്. ഇന്ന് കല്യാണം കഴിഞ്ഞവരാണ് ഇന്നിങ്ങനെ പോകുന്നത് കൂടുതലും. എന്ത് കണ്ടിട്ടാണ്? ഈ ചേട്ടനിൽ എന്താണ് കുറവ് കാണുന്നത്? ഞങ്ങളൊന്നും ഈ ചേട്ടനിലൊരു കുറവ് കാണുന്നില്ല. കാണാൻ സ്മാർട്ടാണ്, നല്ല ഭംഗിയുള്ളൊരു ചേട്ടനാണ്, നല്ലൊരു ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ആ മുഖത്ത് തന്നെ നല്ലൊരു നിഷ്കളങ്കതയുണ്ട്. ഒരു പാവമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആ 8 വർഷവും ആ ചേട്ടൻ, നീ ഗൾഫിലായിരുന്ന സമയത്ത് ആ 8 വർഷവും കുഞ്ഞിനെ നോക്കി വളർത്തിയില്ലേ? എന്നിട്ട് വേറൊരു പെണ്ണിനെ തേടി പോയില്ലല്ലോ ആ ചേട്ടൻ. അപ്പോൾ ആ മനുഷ്യൻ എന്ത് നല്ല മനുഷ്യനായിരിക്കണം? അപ്പോൾ നീ ഇത് എന്ത് കണ്ടിട്ടാണ് ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് നീ ജോലിക്ക് പോയാൽ, നീ ജോലി ചെയ്തിട്ട് നിനക്കൊരു ഭർത്താവും മോനുമുണ്ട്. ആ ഒരു ചിന്തയിൽ ജോലി ചെയ്തിട്ട് ലീവിനൊക്കെ നിനക്ക് വന്ന ഭർത്താവ് ഒത്ത് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. നീ ആ ഭർത്താവിനെ കളഞ്ഞിട്ട് നീ വേറൊരുത്തനെ കണ്ടിട്ട് എന്താണ് അവനിൽ കൂടുതൽ നിനക്കുണ്ടായിരുന്നത്? അയാൾക്ക് ആ ഭർത്താവിലെ ഉള്ള സാധനം തന്നെയല്ലോ മറ്റവന് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ദൈവം കൊടുത്തിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്, എല്ലാ ആണുങ്ങൾക്കും ഉള്ളത്. എന്താണ് പ്രത്യേകത? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്? ഓരോ മനുഷ്യനെ ചതിക്കുവാണ് നിങ്ങൾ. കാരണം നല്ല പെണ്ണുങ്ങളുടെ വില കളയുന്നു, നല്ല ആണുങ്ങളുടെ വില കളയുന്നു. എല്ലാ ആണുങ്ങളും മോശക്കാരല്ല, എല്ലാ പെണ്ണുങ്ങളും മോശക്കാരല്ല. നിങ്ങൾ കാരണം എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിങ്ങളൊരു ഇപ്പോൾ ഒരു ഇതായിട്ടിരിക്കുവാണ്. നല്ല ആൾക്കാരുടെ വില പോലും നിങ്ങൾ കളയുവാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? നീ കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് നീ ഉപേക്ഷിച്ച് പോയതല്ലേ? പക്ഷേ കോടതി, സാറിനോട് ഞാൻ പറയാണ്, കോടതി ഒരു ഇതെടുത്തിരിക്കുന്നത് തെറ്റായ തീരുമാനമായിരുന്നു. പക്ഷേ 8 വർഷം കൊണ്ട് ആ പുള്ളിക്കാരനാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തത്. ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് അത് പറിച്ചെടുത്ത് അത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ആ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ, ആ പെണ്ണ്, മകനും ഭർത്താവും വേണ്ട, ഭർത്താവ് പോട്ടെ, ആ സ്വന്തം മോനെ പ്രസവിച്ച ആ മോനെ പോലും ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. അന്യ സ്ഥലത്ത്, അന്യ രാജ്യത്ത് ജോലി ജീവിക്കാൻ പോയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പോൾ എന്ത് ഉദ്ദേശിച്ചാണ് സാറ്? ഞാൻ നിയമത്തോട് ചോദിക്കണം, എന്ത് ഉദ്ദേശിച്ചാണ് സാറ് ആ കുഞ്ഞിനെ അവൾക്ക് സ്വന്തം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയാണ്? എന്ത് ഇതിലാണ് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തത്? അപ്പോൾ 8 വർഷവും കഷ്ടപ്പെട്ട് വളർത്തി. അതുമാത്രമല്ല, ആ ചേട്ടൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞാണ്. അതേ അവകാശമല്ലേ ഈ ചേട്ടനും ഉള്ളൂ? കൂടി വന്ന ആ ചേട്ടനാണ് കൂടുതൽ അവകാശം. 2 പേർക്കും തുല്യതാണ് കൊടുക്കേണ്ടത് സാറ്. അപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് നിയമമില്ലേ? ഇപ്പോൾ ആണുങ്ങൾക്ക് ഒരു നീതിയില്ലേ ഇവിടെ? അവരൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നീതി? ഈ പെണ്ണുങ്ങളെല്ലാം കാണിക്കുന്ന കണ്ടില്ലേ സാർ? ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പോൾ കുറേ പേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ ആ മനുഷ്യൻ ഇന്ന് ആ കുഞ്ഞിനെ അവൾ വിട്ടു പോയിട്ടും ഉപേക്ഷിച്ച് വേറൊരുത്തനോട് പോയിട്ട് ആ ചേട്ടൻ തകർന്നില്ല. എന്നാണെന്നറിയാമോ? ആ കുഞ്ഞ് എൻ്റെ കൈവശം ഉണ്ടല്ലോ, എനിക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരാൾക്ക് വേണ്ടിയെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇന്ന് 8 വർഷം ആ മോനെ പൊന്നുപോലെ നോക്കി വളർത്തി ഇന്ന് ജീവിച്ചത്. ആ മനുഷ്യൻ ഒരു ലക്ഷ്യമാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് സാർ ഭൂമിയിൽ. അപ്പോൾ ആ മനുഷ്യന് ആ കുഞ്ഞുള്ളത് കൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി ആ മനുഷ്യൻ എല്ലാം മറന്ന് അവളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ആ വിഷമം ഉള്ളിലൊതുക്കി ആ മകന് വേണ്ടി ജോലി ചെയ്ത് ആ മകനെ പൊന്നുപോലെ നോക്കി വളർത്തി കൊണ്ടുവരുമായിരുന്നു. ആ കുഞ്ഞിനെയാണ് സാറ് നിയമം പറിച്ച് ആ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട ഒരു അർഹതയില്ല. എന്തിനാണ് സാർ അത് ചെയ്തത്? ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ആ കക്ഷി പുള്ളീൻ്റെ ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ഇന്ന് ഈ നിമിഷം ഭൂമിയിൽ ജീവിക്കുമായിരുന്നു. അവൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ആ കുഞ്ഞിനെ ആ ചേട്ടൻ ഉപേക്ഷിച്ചില്ല. ആ കുഞ്ഞിന് വേണ്ടി ആ ചേട്ടൻ ജീവിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആ കുഞ്ഞ് ആ ചേട്ടൻ വിചാരിച്ചു അവൾക്ക് ആ കുഞ്ഞിന് വിധി കോടതി കൊടുത്തപ്പോഴത്തേക്ക് ആ ചേട്ടൻ വിചാരിച്ചു ഇനി എനിക്ക് ജീവിക്കേണ്ട. ആ സമയത്ത് ചിന്തിച്ച ഒരു ചിന്തയാണ്. സത്യം പറഞ്ഞാൽ ഈ ആത്മഹത്യയിൽ എനിക്കെതിരാണ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റായിരുന്നു. ആ ചേട്ടൻ ചെയ്യേണ്ടായിരുന്നു. ആ ചേട്ടൻ അന്തസ്സായിട്ട് ജീവിക്കാമായിരുന്നു. ഇപ്പോൾ ആ ചേട്ടനല്ലേ തോറ്റുപോയത്. അവൾ ജയിക്കുകയല്ലേ ചെയ്തത്. അവൾക്ക് ഇപ്പോൾ അന്തസ്സായിട്ട് നന്നായിട്ട് ജീവിക്കാമല്ലോ. ആ ചേട്ടൻ ആത്മഹത്യ ചെയ്യാതെ അന്തസ്സായിട്ട് ആ കുഞ്ഞുമായിട്ട് ജീവിക്കണമായിരുന്നു. ആ കുഞ്ഞ് പോയാലും കോടതി അമ്മയ്ക്ക് കൊടുത്താലും ചേട്ടന് ജീവിക്കാമായിരുന്നു. എന്നെങ്കിലും ആ കുഞ്ഞ് വളർന്ന് ചേട്ടനെ മനസ്സിലാക്കി ചേട്ടൻ്റെ അരികിൽ വരുമായിരുന്നു. ഒന്ന് കടിച്ച് പിടിച്ച് നിൽക്കണമായിരുന്നു. പക്ഷേ ആ ചേട്ടന് അപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പം പറയാൻ പറ്റില്ല. അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്ത് പിടിവള്ളി പോയി ഞാനിനി ആർക്ക് വേണ്ടി ജീവിക്കണം എന്നാ ചേട്ടൻ ചിന്തിച്ച് പോയ നിമിഷമായിരിക്കും. അതാരും പറഞ്ഞു കൊടുക്കാൻ സമയത്തില്ലായിരുന്നു. ഒന്ന് ധൈര്യം കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ ചെയ്യില്ലായിരുന്നു. പക്ഷേ പതറിപ്പോയി. എൻ്റെ മോനും ഞാൻ ഇത്രയും പാടുപെട്ട് വളർത്തി ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് പറഞ്ഞ് പതറിപ്പോയിട്ടുണ്ടാവും. അപ്പം വിധിയും കോടതി വിധിയും അവർക്ക് ചേട്ടൻ അനുകൂലമല്ല, എല്ലാം എതിരായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഒരു തെറ്റും ചെയ്യാതെ പുള്ളി ഇത്രയും ശിക്ഷ അനുഭവിച്ചില്ലേ സാർ? തെറ്റ് ചെയ്യുന്നവർക്ക് വേണം ശിക്ഷ കൊടുക്കേണ്ട സാർ. തെറ്റ് ചെയ്യുന്നവർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്. ആ കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു അർഹതയില്ല അമ്മയ്ക്ക്. അവർക്ക് ഒരു അർഹതയില്ല. ഇതിൻ്റെ പേരിൽ ആ കുഞ്ഞിന് എന്ത് സേഫ്റ്റി ആയിരിക്കും ഉള്ളത് സാർ? കൊടുത്തിട്ട് ഈ നിയമം കൊടുത്തിരിക്കുന്ന ആ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കൊടുത്തത് അത് വേറെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതാണ്. സ്വന്തം അമ്മയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയോ മാസം 2 മാസം പോലും ആയില്ലാന്ന് തോന്നുന്നു, ഒരു 1.5 വയസ്സായ കുഞ്ഞ് സ്വന്തം അമ്മ തന്നെ വേറെ ഒരാളുടെ കൂടെ താമസിച്ചിട്ട് ആ കുഞ്ഞിനെ എത്ര കൊലയില്ലേ ചെയ്തത് സാർ? എന്തെല്ലാം പീഡനം ചെയ്ത് ആ കുഞ്ഞിനെ 1.5 വയസ്സായ കുഞ്ഞിനെ കൊന്നു ഒരമ്മയും 2 അച്ഛനും കൂടെ. അതുപോലെ ആയിരിക്കും ഈ കുഞ്ഞിൻ്റെ അവസ്ഥയും. ഇത് അതേ അവസ്ഥയിൽ തന്നെ വരും. അപ്പോൾ എന്ത് സേഫ്റ്റീൻ്റെ പുറത്താണ് നിയമം ഈ കുഞ്ഞിനെ ഈ അമ്മയ്ക്ക് കൊടുത്തത്? അച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതമായേനെ ആ കുഞ്ഞ്. അച്ഛൻ പൊന്നു കൺമണി പോലെയല്ല കൊച്ചിനെ വളർത്തി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ കോടതി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ആൾക്കാരെ വിട്ട് പുള്ളി ആ ചേട്ടൻ്റെ വീടിനടുത്തുള്ള ആ പരിസരത്തെക്കുറിച്ച് ആ ചേട്ടനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. ആ പുള്ളി എങ്ങനെയാണ്, നല്ല സ്വഭാവമുള്ളതാണോ, നല്ല പാവമാണോ, കുഞ്ഞിനെ നന്നിട്ട് നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം കോടതി എടുക്കണമായിരുന്നു. എന്നിട്ട് ആരുടെ പക്ഷത്താണോ ശരി അവർക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ ജനങ്ങൾ, ഈ മീഡിയാസിൽ വന്ന് പറഞ്ഞ ജനങ്ങൾ മൊത്തം അത് തന്നെയാണ്. പുള്ളിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആ മോനെ ആ കുഞ്ഞ് ആ ചേട്ടന് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നു. ഈ ഓടിപ്പോയ മകനും വേണ്ട, മോനെയും വേണ്ട, അച്ഛനെയും ഭർത്താവിനെയും വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ ആ സ്ത്രീക്ക് കൊടുക്കണ്ടായിരുന്നു. അവർക്ക് ഒരു അർഹതയില്ല. അവർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ ശിക്ഷ കൊടുക്കണം സാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ. അല്ലാതെ അവരെ വെറുതെ വിടുകയല്ല ചെയ്യേണ്ടത്. ആ പുള്ളിയുടെ ജീവിതമല്ലേ നഷ്ടപ്പെടുത്തിയത്. എത്രയോ കാലം ജീവിക്കേണ്ട മനുഷ്യനാണ്. എത്രയോ കാലം ചെറുപ്പമാണ് ആ ചേട്ടൻ. എന്തോരം ഇനി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആ മകന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ ജീവിച്ചു ഇത്രയും നാളും. എന്താണ് സാർ നിയമമൊക്കെ ഇങ്ങനെ ആയാൽ എങ്ങനെ ചെയ്യും? ആണുങ്ങൾക്ക് നീതി വേണ്ടേ? ആണുങ്ങൾക്ക് നീതി വേണം സാർ. പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ വഴി തെറ്റിപ്പോണ എന്നാ പറയാനാ സാർ, പിഴച്ചു പോണത്. അങ്ങനെയൊക്കെ നിയമം ഇവർക്ക് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണ്. ഞാനൊരു പെണ്ണ് തന്നെയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് നിയമം ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ ഇത്ര ഇതാകുന്നത് സാറ്. ഇവിടെയൊക്കെ നിയമങ്ങൾ മാറണം. കൊടുക്കുമ്പോഴത്തേക്ക് 2 പേർക്കും തുല്യത കൊടുക്കണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ അവകാശം തന്നെ കൊടുക്കണം സാർ. കൂടുതൽ അവകാശം ആ രക്തത്തിലുണ്ടായ മോനാണ് ആ ചേട്ടന്, ആ കുഞ്ഞ്. അപ്പോൾ അവകാശം കൂടുതൽ ആർക്കാണ്? ആ ചേട്ടനല്ലേ.
ഒരിത് നോക്കുമ്പോഴത്തേക്ക്. അതുമാത്രമല്ല, ആ കുഞ്ഞിനെ ഇത്രയും നാളും പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന അവകാശവും ആ ചേട്ടന് തന്നെയാണ്. അപ്പോൾ വിട്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഓടിപ്പോയ അവൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ആ കുഞ്ഞിനെ. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിയമം അന്വേഷിക്കണമായിരുന്നു, എന്നിട്ട് ആ ചേട്ടന് തന്നെ വിട്ടുകൊടുക്കണമായിരുന്നു. ആ പെണ്ണിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഇയാളുടെ ഭാഗത്ത് ശരിയാണ്, ഇയാൾക്കാണ് കുഞ്ഞിനെ വളർത്തേണ്ട അർഹത എന്ന് പറഞ്ഞ് ആ ചേട്ടന് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അച്ഛനും മോനും സന്തോഷത്തോടെ ഈ ഭൂമി ജീവിച്ചേനെ. ആ കൊച്ചിന് അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇതിപ്പോൾ ആദ്യം അമ്മ നഷ്ടപ്പെട്ടു, വേറൊരുത്തൻ്റെ കൂടെ പോയി. ആകെ ഉണ്ടായിരുന്ന അച്ഛനും ഉണ്ടായിരുന്നു, ഇപ്പോൾ അച്ഛനും പോയി. ആ കുഞ്ഞ് അനാഥനായില്ലേ? അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാർ. ആ കുഞ്ഞിൻ്റെ ജീവിതം എന്തായി തീരുമെന്നൊന്നും അറിയില്ല സാർ. നാളെ ആ 1.5 വയസ്സായ കുഞ്ഞിൻ്റെ അവസ്ഥ വരാതെ ഇരുന്നാൽ കൊള്ളാം. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷേ ആ ചേട്ടനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മുഖം കണ്ടിട്ട് മനസ്സൊന്നും പോകുന്നില്ല. 2 വാക്ക് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരിതായിരിക്കും, ആത്മാവിന് ഒരിതായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ കുറച്ച് ആൾക്കാരോട് പറയുകയാണ്. ദൈവത്തെ ഓർത്ത് ഇനിയുള്ള മനുഷ്യർ ഇനി ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. അങ്ങനത്തെ കാലഘട്ടമാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ ഇതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണുങ്ങൾ ഇതുപോലെ തന്നെ സ്വന്തം ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കൊണ്ടുപോകും. ആ പെണ്ണ് സുന്ദരിയായ പെണ്ണായിരിക്കും വീട്ടിൽ ഇരിക്കുന്നത്, എല്ലാം തികഞ്ഞ ഒരു പെണ്ണായിരിക്കും, ഒരു കുറവുമില്ല പെണ്ണിന്. എങ്കിൽ പോലും ഒരു കുറവില്ലാത്ത പെണ്ണ് സുന്ദരിയായ പെണ്ണിനെ പോലും ഉപേക്ഷിച്ചിട്ട് വേറെ പെണ്ണിനെ തേടി പോണ ആണുങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങളും നല്ലൊരു പുരുഷനെ വിട്ടിട്ടാണ്, നല്ല സ്നേഹിക്കാൻ അറിയാമെന്നുള്ള കാണാനും ഭംഗിയുള്ള ഒരു മനുഷ്യനെ, കുടുംബം നോക്കുന്ന ഒരു മനുഷ്യനെ വിട്ടിട്ടാണ് വേറൊരുത്തൻ്റെ കൂടെ പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് സാർ. അതപ്പോൾ ഇനിയുള്ള മനുഷ്യരുടെ ഞാൻ അങ്ങോട്ട് പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, പെണ്ണുങ്ങളുടെ അകത്താവട്ടെ ആണുങ്ങളുടെ അകത്താവട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ കൊണ്ട് നിങ്ങൾക്കൊന്നും പരിഹാരമാകില്ല. നിങ്ങൾ വിചാരിക്കും മരിച്ചാൽ ഒന്നും അറിയില്ലല്ലോ, പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ഒരു 80 വയസ്സായ ഒരു ഡോക്ടർ ഈ ഇടയ്ക്ക് എങ്ങോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. അവർ പറഞ്ഞ കറക്റ്റാണ്. അതേ ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ അവർ പറഞ്ഞപ്പോഴത്തേക്ക്, അതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ്. അതവർ പറഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പോൾ ഒരു 80 വയസ്സോ ഒരു 70 വയസ്സോ നമുക്ക് ദൈവം നമ്മൾ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്. ഇത്ര വയസ്സിൽ നമ്മൾ ഇവിടെ ജീവിക്കും. അതുവരെ നമ്മൾ ജീവിച്ചിരുന്നേ പറ്റുള്ളൂ. എന്തൊക്കെ വന്ന് പറഞ്ഞാലും നമ്മൾ ജീവിച്ചിരുന്നേ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മൾ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരം മുകളിലോട്ട് നമ്മുടെ ആത്മാവ് പോവില്ല. ആ സമയമാകുമ്പോഴേ ദൈവം അവിടെ എടുക്കത്തുള്ളൂ. അതുവരെ എന്തു ചെയ്യും? ഭൂമിയിലോട്ട് മുകളിൽ പോകുമ്പോഴത്തേക്ക് പറയും നിനക്ക് സമയമായിട്ടില്ല. ഞാൻ നിനക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്തെ ഞാൻ എടുക്കുള്ളൂ. ജീവൻ കൊടുക്കുന്ന ദൈവത്തിന് തന്നെ ജീവൻ എടുക്കേണ്ട അവകാശവും ദൈവത്തിനാണ്. അത് നമുക്കല്ല അവകാശം, അത് പിശാച് വ്യാപരിച്ച് കൊണ്ടുപോകുന്നതാണ്, ആത്മഹത്യയിലോട്ട് കൊണ്ടുപോകുന്നതാണ് അവൻ. നമ്മൾ അതിലൊന്നും പെട്ടുപോകരുത്. നമുക്ക് പല വിഷമങ്ങളും കൊണ്ടുതരും, നമ്മൾ അതിലൊക്കെ പിടിച്ചു നിൽക്കുക. അങ്ങനെ വേണം നമ്മൾ ജീവിച്ച് കാണിച്ച്. അവൾ പോയെങ്കിൽ പോട്ടെ, കുഞ്ഞിനെ കൊണ്ടുപോയെങ്കിൽ പോട്ടെ, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. കുഞ്ഞ് എന്തെങ്കിലും ഒരിക്കൽ എന്നെ തേടി വരും, ഞാൻ കൊടുത്ത സ്നേഹം കണ്ടെത്തി അവരെൻ്റെ കൂടെ വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുക. അല്ലാതെ ആത്മഹത്യ ഒന്നിനും നിങ്ങൾക്ക് പരിഹാരമാവില്ല. ദയവ് ചെയ്യരുത്. ഇനി പെണ്ണുങ്ങളാവട്ടെ ആണുങ്ങളാവട്ടെ, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേജുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇത് ചെയ്യാതിരിക്കുക. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. നിങ്ങളുടെ ആയുസ് എത്താതെ നിങ്ങൾക്ക് അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വീണ്ടും തിരിച്ച് ഭൂമിയിലോട്ട് പോകാൻ പറയും. ഭൂമിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ അടക്കം ചെയ്ത് കഴിയും, ഒന്നിൽ ദഹിപ്പിച്ച് കഴിയും. അപ്പോൾ ശരീരത്തിലോട്ട് കയറാനും പറ്റില്ല. അപ്പോൾ ഈ ആത്മാവ് എന്ത് ചെയ്യും? ഈ ഇത്രയും വർഷം, ഇപ്പോൾ 40 വയസ്സായ ഒരു ആൾ ആത്മഹത്യ ചെയ്യുക, ഇനി 40 വർഷം കിടക്കുവാണ് ദൈവത്തിൻ്റെ ഇതിൽ അയാളുടെ ജീവൻ എടുക്കണമെങ്കിൽ. അപ്പോൾ ഈ 40 വർഷം അലഞ്ഞ് തിരിഞ്ഞ് തന്നെയാണ് ഈ 40 വർഷം ഇങ്ങനെ നമ്മൾ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണമെന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ പോരായിരുന്നോ? ഇപ്പോൾ ആ ചേട്ടൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുവാണ് ഞാൻ. ആ ചേട്ടന് സമയമായില്ല. ആത്മഹത്യ ചെയ്യുന്നവരൊന്നും ദൈവം സമയമായിട്ടല്ല എടുക്കുന്നത്. ദൈവത്തിന് അത് എടുക്കേണ്ട സമയം വരുമ്പോഴത്തേക്ക് അത് തന്നെ എടുത്തോളൂ. ജീവൻ തന്നത് ദൈവമാണ്. ആ ദൈവത്തിന് അവകാശമുള്ളൂ, നമുക്ക് അവകാശമില്ല ജീവൻ എടുക്കാനായിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഇത് ഓർക്കുക. നിങ്ങൾ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടും. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മരിക്കാൻ ഒന്നും അറിയണ്ടല്ലോ, ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട എന്ന് ചിന്തിക്കുന്നവർ ഒന്ന് ആലോചിക്കുക. നിങ്ങളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. ആ സമയമാകുമ്പോഴേ ദൈവം അവിടെ എടുക്കത്തുള്ളൂ നിങ്ങളുടെ ആത്മാവിനെ. അതുവരെ ഭൂമിയിലും പറ്റത്തില്ല, അങ്ങും പോകാനും പറ്റില്ല. നടുക്ക് കിടന്നലയും. അപ്പോൾ പിന്നെ എന്ത് കാര്യം? നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് അതിൽ നിന്ന് കിട്ടിയത്?
ഒന്നും കിട്ടില്ല. ഇപ്പം ജയിച്ചത് മുഴുവനും അവരാ. ഇപ്പം മരിച്ച ആളുടെ വീട്ടുകാർക്ക് ആ മകനെ നഷ്ടപ്പെട്ടത്, അച്ഛനും അമ്മയ്ക്കും. ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. ഈ ആത്മഹത്യയെ നിങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇനി എന്തൊക്കെ വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കുക, അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. സാർ, ഞാൻ പറയുന്ന ആണുങ്ങൾക്ക് ഒരു നീതി കൊടുക്കണം സാർ. അവരൊരു മനുഷ്യരാണ്, അവർക്ക് നല്ലൊരു ഹൃദയമുണ്ട്, അവർക്ക് നല്ലൊരു മനസ്സുണ്ട് സാർ. അവരുടെ ഹൃദയവും മനസ്സും കാണാതെ പോകരുത് സാർ. അതുകൊണ്ട് അവർക്കൊരു നീതി കൊടുക്കണം. അത് അന്വേഷിച്ച് കണ്ടെത്തുക, പുള്ളിയുടെ പരിസരത്തൊക്കെ അന്വേഷിക്കുക, പുള്ളി എങ്ങനെയാണ്, എന്നിട്ട് രണ്ടും വിലയിരുത്തിയിട്ട് ആരുടെ പക്ഷത്താണോ ഇത് അവർക്കങ്ങ് കൊടുക്കുക. അല്ലാതെ എല്ലാം പെണ്ണുങ്ങൾക്ക് തന്നെ കൊടുത്ത് അതുകൊണ്ട് പെണ്ണുങ്ങളിങ്ങനെ വഴി തെറ്റി പോണം സാർ. ഇതൊക്കെ ഈ നിയമം മാറണം. ഇതൊക്കെ കൊടുക്കുമ്പോൾ രണ്ടുപേർക്ക് തുല്യതായിട്ട് തന്നെ കൊടുക്കണം നിയമം. ആണുങ്ങൾക്ക് ജീവിക്കേണ്ട, അവർ ചോദിക്കുന്ന കണ്ടില്ലേ, ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങൾക്ക് നിയമവും ഇല്ലേ, ഞങ്ങൾക്കിവിടെ ജീവിക്കേണ്ടേ, ഞങ്ങൾക്ക് വേണ്ടി ആരാ ഇവിടെ ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, ഞങ്ങൾക്ക് നീതി പോലും ഇല്ല. അങ്ങനെയല്ലേ ഇപ്പം ചേട്ടൻ മരിച്ചത്? നീതി കിട്ടാഞ്ഞിട്ടാണ്. ആ ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ പറിച്ചെടുത്തല്ലേ ആ അമ്മയ്ക്ക് കൊടുത്തത് നിയമം. ആ ചേട്ടന് പോയില്ലേ, ജീവൻ പോയില്ലേ, ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ നിയമത്തിന് പോലും തെറ്റിപ്പോയി. അപ്പോൾ ഇനിയെങ്കിലും സാർ, ഇനിയെങ്കിലും നിയമങ്ങൾ മാറ്റണം, നല്ല നിയമം കൊണ്ടുവരണം. ആണുങ്ങൾക്ക് നീതി വേണം, ആണുങ്ങൾക്ക് അവർക്ക് അവരുടേതായ അവകാശങ്ങൾ ഈ ഭൂമിയിൽ കൊടുക്കുക. കഴിഞ്ഞ ബസ്സിൻ്റെ ഒരു ഇത് പറഞ്ഞതുപോലെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് മാത്രം എല്ലാം കൊടുക്കരുത്, അവർക്ക് അവകാശങ്ങൾ കൊടുക്കുക. അവർ മനുഷ്യരാണ്, അവരും ആണുങ്ങളാണ്. ആണുങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് ഭൂമി, ഇന്ന് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമി, ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കും? മനുഷ്യരെ കൊണ്ട്, ആണുങ്ങളുള്ളത് കൊണ്ടല്ലേ അവർ ഇന്ന് ഭൂമി ജനങ്ങളെ കൊണ്ട് പെരുകി ഇന്ന് നിൽക്കുന്നത്. അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുകയാണ്, ഇനിയെങ്കിലും ഒരു മനുഷ്യൻ ഇനി ആത്മഹത്യ ചെയ്യരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, ഇങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. എന്നെങ്കിലും നിങ്ങളുടെ മക്കൾ തിരിച്ചു വരും. നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം ആത്മാർത്ഥതയാണെങ്കിൽ നിങ്ങളെ തേടി വരും. ഒന്നിയിൽ അമ്മേനെ തേടി വരും, ഇല്ലെങ്കിൽ അച്ഛനെ തേടി വരും. ആരാണോ നല്ലവർ അവരെ തേടി വരും. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ കൊണ്ട് ഒന്നുമല്ല, നിങ്ങൾക്ക് സ്വർഗത്തിലും പോകാൻ പറ്റില്ല, താഴെ ഭൂമിയിലും വരാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ സമയമാകുമ്പോഴേ ദൈവം അവിടെ എടുക്കത്തുള്ളൂ നിങ്ങളുടെ ആത്മാവിനെ. അതുവരെ ഇങ്ങനെ നമ്മളെ തിരിച്ചു ഇവിടെ തന്നെ ചെയ്യത്തുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതുകൊണ്ട് ദൈവം എടുക്കില്ല നമ്മുടെ ആത്മാവിനെ. ദൈവത്തിൻ്റെ ആ സമയമുണ്ട്. നമുക്കൊരു ആയുസ്, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ 50 വയസ്സാണെങ്കിൽ ഞാൻ 25-30 വയസ്സിലിപ്പം വീണ്ടും 20 വർഷം കിടക്കുവാണ്. ഈ 20 വർഷം കഴിഞ്ഞിട്ടേ ദൈവം അവിടെ എടുക്കത്തുള്ളൂ. ദയവ് ചെയ്ത് ആത്മഹത്യ ചെയ്യില്ല, പിശാചിൻ്റെ ഇതിൽ ചെന്ന് പെട്ടുകൊടുക്കരുത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാർ. നിയമമായിരുന്നാലും ഇനിയെങ്കിലും അറിഞ്ഞുകൊണ്ട് ആണുങ്ങൾക്കൊരു നീതി കൊടുക്കുക, അവർക്ക് ഒരു ന്യായം കൊടുക്കുക, അവരെ പക്ഷത്തും നിന്ന് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക സാർ. എല്ലാം പെണ്ണുങ്ങൾക്ക് തന്നെ എല്ലാ നിയമങ്ങളും കൊടുക്കരുത്. അവരും അർഹതപ്പെട്ട മനുഷ്യരാണ്. അവരും മനുഷ്യരല്ലേ, അവരല്ലേ കഷ്ടപ്പെട്ട് കുടുംബത്തിനെ നോക്കുന്നത്. അന്യരാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, ദൂരെ പോയി കഷ്ടപ്പെടുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാ ഫാമിലികളാണ് ഇവിടെ നിന്ന് പോകുന്ന. ചില ഫാമിലികൾ നാട്ടിലുണ്ട്, ഭർത്താക്കന്മാരായിരിക്കും അവിടെ, അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഇവിടെ ആയിരിക്കും, ഭാര്യ അവിടെ ആയിരിക്കും. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയാണ് ജോലിക്ക് പോയത്, ആ ഒരു കുടുംബം ഇവിടെ കാത്തിരിപ്പുണ്ട്, എന്നെ വിശ്വസിച്ചാണ് അവർ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ജോലി ചെയ്യുക. നിങ്ങൾ മക്കളുടെ അടുത്തും ഭാര്യേൻ്റെ അടുത്തും ഓടിയെത്തുക. അല്ലാതെ ഇതുപോലെ വല്ല കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോകാനോ ഒന്നും നിങ്ങൾ കുടുംബത്തെ നാട്ടിൽ ഇട്ടിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഒന്നും നിങ്ങൾ പോരെ. ഇതായിരിക്കും അവസ്ഥകൾ. ഓരോ കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കും. വരുന്ന തലമുറ, ആ മക്കൾ നശിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ. ദയവ് ചെയ്ത് ഇനിയൊന്നും നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ ഭാര്യമാരില്ല, മരിച്ചുപോയി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നത്? എന്ത് നേട്ടമാണ് പെണ്ണുങ്ങൾക്കുള്ളത്? എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതുപോലെ തന്നെയാണ് ആ പെണ്ണിനും ഉള്ളത്. സ്വന്തം ഭാര്യയ്ക്കുള്ളതുപോലെ തന്നെയാണ് നീ കൊണ്ടുപോകുന്ന പെണ്ണിനും ഉള്ളത്. എന്താണ് പ്രത്യേകത? അതുപോലെ തന്നെ ആണിൻ്റെ കൂടെ ഇറങ്ങിപ്പോണ പെണ്ണിൻ്റെ അടുത്ത് പറയാണ്, നിൻ്റെ ഭർത്താവിനുള്ള അതേ ഇത് തന്നെയാണ് ആ പുരുഷനും ഉള്ളത്. പിന്നെ അതിൽ കൂടുതൽ എന്താ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം അവർക്ക്? എന്ത് കണ്ടിട്ടാണ് നിങ്ങളിങ്ങനെ പോണത്? ഇപ്പം ഈ കൊച്ചിൻ്റെ അമ്മയോട് പറയാണ്, ഇപ്പം നീ ഇറങ്ങിപ്പോയില്ലേ ഒരുത്തൻ്റെ കൂടെ, അപ്പം അവനൊന്ന് ചിന്തിക്കണേ. അവൻ കേൾക്കുന്നെങ്കിൽ, ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ, നാളെ ഒരിക്കൽ വേറൊരുത്തന്നെ കളഞ്ഞിട്ട്, സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ടാണ് നിൻ്റെ കൂടെ ഇറങ്ങി വന്നത്, ഇനി നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകും എന്ന് പറഞ്ഞതുപോലെ ആണുങ്ങളും അങ്ങനെ തന്നെ.
നിൻ്റെ സ്വന്തം ഭാര്യയെ കളഞ്ഞിട്ട് നിൻ്റെ കൂടെ ഇറങ്ങി നിന്നു. ഇനി വേറൊരു പെണ്ണിനെ കണ്ട വേറൊരു പെണ്ണിൻ്റെ കൂടെ പോവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാം ആലോചിക്കുക, ചിന്തിച്ച് വേണം ഓരോന്നും ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇനി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് തരേണ്ട സന്ദേശം ഇതേ ഉള്ളൂ. കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. എന്തായിരുന്നാലും നിങ്ങൾക്ക് പറയാം. ഇത്രയും വാക്ക് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിന് കുറ്റബോധമായിരിക്കും, എൻ്റെ മനസ്സിന് ഒരു ഇത് കാണില്ല. ഞാൻ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പെണ്ണാണ്. അനീതിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. എവിടെ അനീതി കണ്ടാലും ഞാൻ അവിടെ ചോദിച്ചിരിക്കും. അതാ എൻ്റെ രീതി. ഞാൻ ദൈവത്തിനെ മാത്രമേ ഞാൻ പേടിക്കത്തുള്ളൂ. ഈ ഭൂമിയിൽ നമുക്കത് ചോദിക്കേണ്ട അവകാശം എല്ലാവർക്കും ഉണ്ട്. മീഡിയാസിൽ ചോദിക്കുന്നുണ്ട്. ആ ചേട്ടന് വേണ്ടി തന്നെയാണ് മിക്കവരും സംസാരിക്കുന്നത്. ആ ചേട്ടൻ്റെ പുറത്ത് തന്നെയാണ് ആ ന്യായം. പക്ഷെ ആ ചേട്ടനാണ് കൊടുക്കേണ്ട അവകാശം ആ കുഞ്ഞിന്. പക്ഷേ വിധി നിയമം എന്തോ ഇങ്ങനെ ചെയ്തു, എനിക്കറിയില്ല. ഓക്കെ, ശരിയെന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാം.